ആർക്കും ആദരവ് തോന്നുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്കറിയാം, ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് തന്നെ ലോകം അത്ഭുതത്തോടെ കണ്ട ശാസ്ത്രജ്ഞനായിരുന്നു. മിസൈൽ സയൻറ്റിസ്റ്റ് ഒക്കെയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ഒരാളായിരുന്നു APJ. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലം അദ്ദേഹത്തിന് കണക്കിൽ അത്ര മിടുക്കുണ്ടായിരുന്നില്ല. ഒരിത്തിരി പിന്നിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സ്കൂൾ മാഷിൻ്റെ ഭാഷ പറഞ്ഞാൽ ആളൊരു മണ്ടൻ കണക്കിന്. ഒരു ദിവസം ഒരു ഗണിത ചോദ്യം അബ്ദുൽ കലാമിനെ വല്ലാതെ കുഴപ്പിച്ചു. എത്ര ശ്രമിച്ചിട്ടും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കണക്ക് മാഷ് അയ്യാദുരെ സോളമൻ കലാമിനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. മാഷ് എന്നിട്ട് പറഞ്ഞു, കലാം വളരെ ഭയത്തോടെ ആ മാഷിൻ്റെ അടുത്തേക്ക് ചെന്നത്. കാര്യം കണക്ക് മാഷാണ്, അദ്ദേഹം വല്ലതും വിളിച്ചു പറയും. പക്ഷേ അദ്ദേഹം കോപാകുലനാവുകയോ ദേഷ്യപ്പെടുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്തില്ല. വളരെ സൗമ്യനായി ശാന്തനായി കണക്ക് മാഷ് അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹം കലാമിൻ്റെ മുഖത്ത് നോക്കി. കലാം ഭയചകിതനായി പേടിച്ച് മാഷിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം ഒരു ചിരിയോടെ കലാമിൻ്റെ തോളിൽ തട്ടി, കലാം, നിനക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതിൽ വലിയ സങ്കടമുണ്ടല്ലേ? നീ വിഷമിക്കണ്ട. ചിലപ്പോൾ വളരെ ലളിതമായ കാര്യങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ നീ തോക്കാൻ പാടില്ല. ഒന്നിനോടും തോക്കരുത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വിജയം നിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ മുന്നാലെ വരും. അന്ന് അയ്യാദുരെ സോളമൻ മാഷ് ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് വളരെ ലളിതമായ രീതിയിൽ കലാം എന്ന വിദ്യാർത്ഥിക്ക് പറഞ്ഞു കൊടുത്തു. മാഷിൻ്റെ ഈ വാക്കുകളും ഈ പിന്തുണയും പിൽക്കാലത്ത് കലാമിന് വലിയ പ്രചോദനമായി. കലാമിന് വലിയ ആത്മവിശ്വാസം കിട്ടി. തനിക്ക് കണക്ക് പഠിക്കാൻ കഴിയില്ല എന്നൊരു നേരിയ ചിന്ത മനസ്സിൽ എവിടെയോ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ആ ചിന്തയൊക്കെ പോയി തലച്ചോറിലേക്ക് പുതിയൊരു ആത്മവിശ്വാസത്തിൻ്റെ മിന്നൽ പിണർ പായുകയായി. അദ്ദേഹം ആത്മവിശ്വാസത്തോടെ, നമ്മൾ പറയുന്ന ആ വർദ്ധിത വീര്യത്തോടെ കണക്ക് പഠിക്കാൻ തുടങ്ങി. പിന്നീട് കണക്കിൽ ഒന്നാമനായി കലാം. കണക്കിൽ അദ്ദേഹം മിടുക്കനാണെന്ന് മാഷന്മാരെ കൊണ്ട് പറയിച്ചു. ഇതിന്ന് കലാമിൻ്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ? ഒരു കാര്യത്തിൽ നമ്മൾ എളുപ്പത്തിൽ കയറി നിരാശരാകരുത്. നമുക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾ പരാജയപ്പെട്ടെന്നും വരാം, നമ്മൾ തറയിൽ വീണു എന്നും വരാം. എന്നാലും നമ്മൾ എഴുന്നേൽക്കണം. നമ്മളിത് പരിഹരിക്കും, നമ്മളിത് കണ്ടുപിടിക്കും, നമ്മളിത് കണ്ടെത്തും, നമ്മളിത് വിജയിക്കുമെന്ന വിശ്വാസത്തോടെ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കണം. എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും എന്നോട് പറയും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തലച്ചോറിലേക്ക് നെഗറ്റീവ് കാര്യങ്ങൾ കടത്തി വിടരുത് എന്ന്. കാരണം പിന്നീട് നമുക്ക് വരുന്ന തലച്ചോറിൽ നിന്നുള്ള സിഗ്നലും ചിലപ്പോൾ നെഗറ്റീവാകും. അപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് തലച്ചോറിലേക്ക് നമ്മൾ പായിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് കാര്യങ്ങൾ. നീ വിജയിക്കും, യു വിൽ സക്സീഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നമുക്കതിൽ കഴിവില്ല എന്നല്ല, മറിച്ച് കൂടുതൽ പരിശ്രമം അതിന് ആവശ്യമാണ് എന്നാണ്. ഒന്നുകൂടി ഞാൻ പറയാം, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിൻ്റെ കാരണം നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ആ കാര്യം നമ്മൾ നടപ്പിലാക്കാൻ കുറച്ചുകൂടി പരിശ്രമം നമുക്ക് വേണം എന്നാണ്. അതുപോലെ ശരിയായ ഒരു വഴികാട്ടിക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കലാമിൻ്റെ ആ മാഷ് നമ്മളോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം ജീവിതത്തിൽ ഉണ്ടായാൽ ആ പരാജയത്തോടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി വീടിൻ്റെ മൂലയിൽ കയറിയിരിക്കരുത്. വർദ്ധിത വീര്യത്തിൽ വീടിൻ്റെ മൂലയിൽ നിന്ന് പുറത്തിയാടുക. വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു.